ഹായ് ഓൾ, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവത്തിൻ്റെ പേരാണ് മുട്ട ചിക്കിപ്പൊരി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി എടുക്കേണ്ടത് 3 സവോള, 2 പച്ചമുളക്, 2 തക്കാളി, 4 മുട്ട. ഇത്രയും സാധനങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മൾ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഫ്രൈയിങ് പാൻ എടുക്കുക. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വെക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നമ്മൾ ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ മുട്ട ചിക്കിപ്പൊരിയിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. ഇതിൽ നമുക്ക് എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയൊക്കെ അതിനനുസരിച്ച് കൂട്ടാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് വാടാൻ വെക്കുക. ഇതിൻ്റെ മസാലേൻ്റെ പച്ചമണമൊക്കെ നന്നായി പോകുന്നവരെ ഇത് നമ്മൾ ഇളക്കി കൊടുത്ത് ഒന്ന് വാടാൻ വെക്കുക. ആ സമയത്ത് നമ്മളെ ഗ്യാസ് സ്റ്റൗവിൽ തീ വളരെ ലോയിൽ വേണം വെക്കാൻ. കാരണം ഈ മസാലയൊക്കെ ഇട്ടതിന് ശേഷം അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വാടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയൊന്നും വേണ്ട, ഒന്ന് പാകത്തിന് ഒന്ന് വാടിക്കഴിയുക. ഈ മസാല എല്ലാം കൂടി യോജിച്ച് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ചെയ്യാനുള്ളത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 മുട്ടയില്ലേ, അത് നന്നായി ബീറ്റ് ചെയ്തത് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക വേണ്ടത്. ഇപ്പം മുട്ട നന്നായിട്ട് അടിക്കണം. പിന്നെ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉപ്പോ കാര്യങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മൾ മുട്ടയിൻ്റെ അകത്തേക്ക് എടുത്ത് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്കും ഇത് നമ്മളെ പാകത്തിനുള്ള സാധനം ആയിട്ടുണ്ടാവും. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇത് തീരെ ചെറിയ പൊടി പോലെ വേണമെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വലിയ പീസ് പോലെ നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് ഇടവിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴത്തേക്കും നമ്മളെ റെസിപ്പി ആയിട്ടുണ്ടാവും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. ഓഫീസ് ജോലി പോകുന്നവർക്കും കുട്ടികൾക്കും പിന്നെ നമുക്കൊരു കറിയില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്